ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതവും കൂടുന്നല്ലേ പറയാറ്. അവരുടെ ഈ വീഴ്ച നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലുതാ. അതൊക്കെ ശരിയാണ്. പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യം വേറൊന്നാ. നിന്റെ അമ്മ ഒരു ബഫൂണാ, കോമാളി വേഷം കെട്ടുന്ന ജോക്ക്. നീ എന്റെ മോളാ, എന്റെ മാത്രം. നീ കേട്ടതൊക്കെ നുണയാ. നീ അനാഥല്ല. മോളെ, ചിപ്പി മോളെ, ഒന്ന് വാതിൽ തുറക്കും മോളെ. ദേ, ഇനി അമ്മയോട് ഇങ്ങനെ പിണങ്ങിയിരിക്കല്ലേ. അമ്മതേ മോക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അമ്മ മോളോട് ദേഷ്യപ്പെട്ടതിന് പകരമായിട്ട് അമ്മ തന്നെ മോക്കിന്ന് വാരിത്തരാം. വാതിൽ തുറക്കും മോളെ. സ്കൂളിൽ വെച്ച് സംഭവിച്ചതൊക്കെ അമ്മ കളഞ്ഞു. ദേഷ്യപ്പെട്ടതിനൊക്കെ അമ്മ സോറി പറയാം. ഈ ലോകത്ത് അമ്മ എന്റെ മോളുടെ മുമ്പിൽ മാത്രമേ തോക്കൂന്ന് അറിയാലോ. അതെന്തുകൊണ്ടാ? എന്റെ മോളെ അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളോണ്ടല്ലേ. വാതിൽ തുറക്കും മോളെ. ഇത്ര നന്നായിട്ട് സ്നേഹം അഭിനയിക്കാൻ ഇവർക്കൊണ്ടേ പറ്റൂ. എത്ര പെട്ടെന്ന് അഭാവം മാറുന്നേ. പാവം ചിപ്പിമോള്. മോളെ, അമ്മ പറയുന്നത് കേക്കുന്നില്ലേ മോളെ? എത്ര നേരമായിട്ട് അമ്മ ഭക്ഷണം പിടിച്ചിവിടെ നിൽക്കുന്നു. ഒന്ന് വാതിൽ തുറക്കും മോളെ. മോളെ, അമ്മയുടെ ക്ഷമ പരീക്ഷിക്കല്ലേ. എനിക്ക് ദേഷ്യം വരുവേ, അത് മോക്കറിയാലോ. വാതിൽ തുറക്ക്. മര്യാദയ്ക്ക് വാതിൽ തുറക്കാനല്ലേ പറഞ്ഞത്? ഞാൻ നിന്റെ അമ്മയാ. പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം. ഇത്രയ്ക്ക് അനുസരണ ഇല്ലാത്ത കുട്ടിയാണോ നീ? പാവല്ലേ, പോട്ടേന്ന് കരുതി ഇച്ചിരി സ്നേഹം കാണിക്കുമ്പോ അത് വെച്ച് അമ്മയെ തോപ്പിക്കാന്നാണോ നീ കരുതുന്നേ? നിന്റെ വാതിൽ തുറന്ന് ഭക്ഷണം കഴിക്കാനാ പറഞ്ഞത്. ജനി
കിട്ടിയത് മുഴുവൻ ലാഭം. ആരോടും ഒന്നിനും കണക്ക് പറയണ്ട. പിന്നെ കൊച്ചിന്റെ കാര്യം, അതിന് എന്ത് സംഭവിച്ചാലും അവർക്കൊരു ചുക്കുമില്ല. അവന്തിക നമ്മുടെ കുടുംബത്തിൽ വന്ന് കയറിയിട്ട് എന്തെല്ലാം ക്രൂരതകളാണ് നമ്മളോട് ചെയ്തത്. നന്ദന്റെ ജീവിതം തകർത്തത് മുതൽ സേതുവേട്ടന്റെ മരണം വരെ എന്തെല്ലാം അവള് കാരണം നമ്മൾ അനുഭവിച്ചു. നെല്ലിശ്ശേരിലെ മുഴുവൻ സ്വത്ത് ഇപ്പൊ അവളുടെ കയ്യിലല്ലേ. അത് അനുഭവിക്കേണ്ടവരാണെങ്കിൽ തെരുവിലും. ദൈവം ദുഷ്ടരെ പന പോലെ വളർത്തുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവന്തിയുടെ കാര്യത്തിൽ നമ്മളത് കണ്ടു. ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതവും കൂടുമെന്നല്ലേ പറയാറ്. അവരുടെ ഈ വീഴ്ച നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലുതാ. അതൊക്കെ ശരിയാണ്. പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യം വേറൊന്നാ. ദുഷ്ടതകള് മാത്രം ചിന്തിക്കുന്ന അവൾ ജീവിതത്തിൽ ഒരിക്കലും ആരോടും ഒരു ദയം കാണിച്ചിട്ടില്ല. ചതിയും വഞ്ചനയും മാത്രമാ അവളുടെ കൈമുതല്. എന്നിട്ടും അനാഥാലയത്തിൽ നിന്നുള്ളൊരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താനും മാത്രമുള്ള നന്മ അവളുടെ ഉള്ളിൽ ബാക്കിയുണ്ടായിരുന്നു ശരിക്കും. ഇപ്പൊ ആ കുഞ്ഞിന് വേണ്ടി അവൾ കോമാളി വേഷം വരെ കിട്ടി. ആ കുഞ്ഞിനോട് ഇത്തിരിയെങ്കിലും സ്നേഹമില്ലാതെ അവൾ ഇതൊക്കെ ചെയ്യുവോ? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് നന്മയൊന്നും അല്ല, അതിബുദ്ധിയാ. ഒരു മൈനറിന്റെ പേരില് സ്വത്തുക്കൾ എഴുതി വെച്ചാലേ കോടതിയിൽ കേസ് തോറ്റാലും ആ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ലേ? സ്വത്തുക്കൾ അവരുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകാതിരിക്കാനുള്ള ഒരു വഴി മാത്രം അത്. കോടതിയിൽ എന്തായാലും കേസ് അവർക്കെതിരായിട്ട് വരുമെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട്. അതിനുവേണ്ടി അവരെടുത്തിട്ടുള്ള ഒരു മുൻകരുതലാ ഈ കുട്ടി. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരിക്കും. പക്ഷേ അവളുടെ ഇപ്പോഴത്തെ പെരുമാറ്റം വെച്ച് നോക്കിയാ എനിക്ക് അങ്ങോട്ടത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതവരുടെ തന്ത്രം മാത്രമാ. കുട്ടിയോട് അവർക്ക് സ്നേഹമുണ്ടെന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കാനുള്ള ഒരു തന്ത്രം. അതിനു വേണ്ടി അവര് മനഃപൂർവ്വം കെട്ടിയതാ ഈ അച്ഛൻ വേഷം. പക്ഷേ എന്നാലും വേറൊരു കുഴപ്പമുണ്ടല്ലോ. എന്തു കുഴപ്പം? ഇത്രയും നാള് എടുത്തു വളർത്തിയൊരു കുട്ടിയാണ് താനെന്ന് ആ കുഞ്ഞിനറിയത്തില്ലായിരുന്നല്ലോ. അതറിഞ്ഞപ്പോ അതിന് ഇത്രയ്ക്ക് സങ്കടമായെങ്കിൽ ഇനി ആ കൊച്ച് അവന്തികയെ അമ്മയോട് സ്നേഹിക്കുവോ? ആ കുഞ്ഞിന്റെ മുമ്പിൽ തോറ്റുപോയാ പിന്നെ എല്ലാം പോയില്ലേ? എന്തായാലും ഇന്ന് അവരെല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കിട്ടും.